Hello guys, today we'll be dealing with Engineering Mechanics EST100 Module 2. So the main topics included in this module are friction, parallel coplanar forces and support reactions. The syllabus is just mentioned here for your reference. So first we'll be dealing with friction. Enതാണ് friction? All surfaces have minute projection. When two surfaces are moving against each other, these projections interlock against each other and oppose a motion. Friction originates from this opposition. So നമുക്കറിയാം എല്ലാ സർഫസസും സ്മൂത്ത് ആയിരിക്കില്ല. There will be minute projections on it. അപ്പോൾ ഒരു സർഫസ് മറ്റൊരു സർഫസിന്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ മൈന്യൂട്ട് പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ അത് ഇന്റർലോക്ക് ചെയ്യും. ഇന്റർലോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവയുടെ മോഷന് ഒരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ആവും. ഈ ഒരു ഒപ്പോസിഷനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ സർഫസ് പെർഫെക്റ്റ്ലി സ്മൂത്ത് ആണെങ്കിൽ അതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി സീറോ. അങ്ങനെ ഒരു കേസിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി സീറോ. ഇറ്റ് ആക്ട്സ് at the surface of contact between two bodies and prevents sliding motion of one body relative to another. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ആക്ട്സ് at the surface of contact between two bodies. And its goal is to prevent the sliding motion of one body relative to another. അതൊരു പ്രധാനപ്പെട്ട വാക്കാണ് റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷനെ പ്രിവെന്റ് ചെയ്യാനാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ശ്രമിക്കുന്നത്, അല്ലാതെ മോഷനെ പ്രിവെന്റ് ചെയ്യാനല്ല. ഇറ്റ്സ് റിലേറ്റീവ് മോഷൻ. സപ്പോസ് നമ്മളിവിടെ ദിസ് ഇസ് ഗ്രൗണ്ട്. സപ്പോസ് ദിസ് ഇസ് ഗ്രൗണ്ട് ആൻഡ് we have a block here A, and here we have a block B, and we are applying a force on this direction. Let's call it P to push the block A. So നമുക്കറിയാം നമ്മൾ P എന്നൊരു ബ്ലോക്ക് ഉപയോഗിച്ച് ഈ P എന്നൊരു ഫോഴ്സ് ഉപയോഗിച്ച് ഈ ബ്ലോക്ക് Aനെ ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഗ്രൗണ്ടും ഈ എയും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകും. ആ റിലേറ്റീവ് മോഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഡിറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്താലേ ആ റിലേറ്റീവ് മോഷനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കൂ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡിറക്ഷനിൽ ആക്ട് ചെയ്യും, ഈ ബ്ലോക്ക് എയുടെ മോഷനെ പ്രിവെന്റ് ചെയ്യാൻ. ലെറ്റ്സ് കോൾ ഇറ്റ് F1. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതിന്റെ ഡയറക്ഷനാണ്. നമ്മൾ ബ്ലോക്ക് എയിനെ ഈ ഡയറക്ഷനിലാണ് പുൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ബ്ലോക്ക് ബിയും ഇതേ ഡിറക്ഷനിൽ തന്നെ മൂവ് ചെയ്താൽ മാത്രമേ എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ഡിറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് F2 ഈ ഡിറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും at the surface of A, F2. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു F1 വരാത്തതെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ടിൽ F1 ആക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് it doesn't make any change, so we don't mention it. നെക്സ്റ്റ് നമുക്ക് ഫ്രിക്ഷനിലെ 3 ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ് പഠിക്കാനുള്ളത്. The first one is static friction. The second one is limiting friction, and third is the kinetic friction. So let's see what is static friction. The static friction is a friction that acts on a body at rest. Limiting friction is the maximum value of static friction. It is the force that is required for the body to just start moving. Maximum value of friction on limiting friction. So we have the formula F max is equal to mu s into n, where mu s is the coefficient of static friction and n is the normal reaction. Then we have kinetic friction. Kinetic friction is the frictional force that comes into action when a body is in motion. ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ. ദാറ്റ് ഇസ് Fk. We can write it as mu k into n, where mu k is the coefficient of kinetic friction. This is coefficient of static friction and mu k is the coefficient of kinetic friction.
പ്രധാന മിക്കവാറും കേസുകളിൽ ഈ മ്യൂഎസിന്റെ മ്യൂക്കേന്റെ വാല്യൂ ഒന്നായിരിക്കും. ഇറ്റ് വിൽ ബി denoted by a single variable known as mu, symbol known as mu. But actually, in reality, we have to know that mus is always greater than or equal to mu k. Questions logge mikkarum equal aayittan kanikkunathu, but mus will be always greater than or equal to mu k. Adayathu the maximum value of friction can always be greater than or equal to the limiting value, the kinetic value, the kinetic friction. The limiting value of friction can always be greater than the kinetic friction. So here we have a block and we are applying a force F to it. Capital F ആണ് നമ്മൾ apply ചെയ്യുന്ന force. Frictional force നമുക്ക് small f ൽ denote ചെയ്യാം. പിന്നെ the weight of the body acting downwards and also the normal reaction. So in this case we know that the normal reaction will be the weight of the body itself. ഈ ഒരു റീജിയനെയാണ്, ഈ ഒരു ഗ്രാഫിലുള്ള ഈ റീജിയനെയാണ്, ഈ ഗ്രാഫ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് അപ്ലൈഡ് ഫോഴ്സ് വേഴ്സസ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഗ്രാഫാണ്. ഈ ഒരു റീജിയനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ റീജിയൻ വിളിക്കുന്നത്. ഈ ഒരു മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നും, ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഈ കോൺസ്റ്റന്റ് റീജിയനെ നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ അങ്ങനെയാണ് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ. നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നോ അതേ ഫോഴ്സ് തന്നെയായിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷനും ആ ബോഡിക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മൾ 1 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും 1 ന്യൂട്ടൺ തരും. നമ്മൾ 2 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും 2 ന്യൂട്ടൺ. നമ്മൾ ഈ ഫോഴ്സിന്റെ വാല്യൂ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ഫ്രിക്ഷന് തരാൻ പറ്റുന്ന ഒരു മാക്സിമം വാല്യൂ റീച്ച് ചെയ്യും. ആ ഒരു മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഓൾവേസ് എക്സ്പീരിയൻസ് ചെയ്യും, മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യും. എങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്ന സമയത്ത് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് the angle of friction. It is defined as the angle made by the resultant of normal reaction and frictional force to the normal reaction. So നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. It's placed on the ground and we are applying a force P. അപ്പോൾ we know that the frictional force will be in this direction and we have normal. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമലിന്റെയും റിസൾട്ടന്റ് ആണ് ഇത്. We know its magnitude. It will be root of fs square plus n square. ഈ ആംഗിൾ, ഈ ഒരു ആംഗിൾ ആണ്. It is an angle between the normal reaction and the resultant of the frictional force and the normal reaction. ഈ ആംഗിൾ നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുക. ആംഗിൾ നമുക്ക് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ടാൻ ഫൈ എന്തായിരിക്കും? ടാൻ ഫൈ വിൽ ബി fs divided by n. Note that fs is the frictional force. fs എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു ഫ്രിക്ഷൻ. It will be mu, coefficient of friction into the normal reaction divided by n. അപ്പോൾ ഈ n-ഉം n-ഉം cancel ആകും. So we get mu. So we get that tan of angle of friction is equal to the coefficient of friction. We can write phi is equal to tan inverse mu. So ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഈ മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവില്ല, പകരം ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ മ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ ഫൈ എടുത്താൽ മതി. ഓക്കെ, so we have a small problem here. A body of weight 300 Newton is lying on a rough horizontal plane having a coefficient of friction of 0.3. Find the magnitude of force which can move the body while acting at an angle of 25 degree with the horizontal. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. സോ ഈ ബോഡീനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോഴ്സ് ആണ് ചോദിക്കുന്നത്. ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ്, ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ട 25 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. സോ വി നോ ഇറ്റ്സ് വെയിറ്റ് ഇസ് 300. ഓക്കെ, സോ ഈ ഫോഴ്സിനെ നമുക്ക് പി എന്ന് വിളിക്കാം, മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെ, ആൻഡ് വി ക്യാൻ റിസോൾവ് ഇറ്റ്.
So നമ്മുടെ resolution of forces first module പഠിച്ചതാണ്. This will be P cos 25 and this will be P sin 25. So this is P cos 25 and this is P sin 25. നമ്മൾ ഈ y ആക്സിസിലുള്ള ഫോഴ്സസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എടുക്കുന്ന സമയത്ത് R plus P sin 25 is equal to 300. 300, which is the weight of the body. So we get R is equal to 300 minus P sin 25. So we know that the frictional force, ഇവിടെ F എന്നാണ് denote ചെയ്തിരിക്കുന്നത് frictional force നെ, we know that it is equal to mu into N. In this case it's R, it's not N, so ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന mu എന്ന് പറയുന്നത് 0.3 ആണ്. So we get F is equal to 0.3 into 300 minus P sin 25. ഇനി ഈ ബ്ലോക്കിനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഈ എക്സ് ആക്സിസിൽ ജസ്റ്റ് ഒരു മോഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് P cos 25 is equal to F എന്ന് പറയാം. P cos 25 is equal to F. ഇവിടെ നമുക്ക് F അറിയാം. It is 0.3 into 300 minus P25. P sin 25. So നമുക്ക് ഈ ഒരു ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് P ന്റെ വാല്യൂ കിട്ടും. അതായിരിക്കും ഈ ബ്ലോക്കിനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി 25 ഡിഗ്രി ആംഗിളിൽ വേണ്ട ഫോഴ്സ്. So next we have to deal with another term called as the angle of repose, which is kind of similar to the angle of friction. It is the maximum inclination of a plane on which a body remains in equilibrium without applying external force. Here we have a plane. Its angle of inclination is alpha. എത്ര ഇൻക്ലിനേഷനിലാണോ ഈ പ്ലെയിനിൽ ഈ ബ്ലോക്ക് സ്റ്റിൽ ആയിട്ട് നിൽക്കുക ഇൻ ഇക്വിലിബ്രിയം, ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുക. സപ്പോസ് ഫസ്റ്റ് ഇതിന്റെ ഇൻക്ലിനേഷൻ 0, അതായത് ഹൊറിസോണൽ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പയ്യെ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ റേസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു പോയിന്റ് എത്തുമ്പോൾ ദ ബ്ലോക്ക് വിൽ ബിഗിൻ ടു സ്ലൈഡ്. ഓക്കെ, അപ്പം ഏതൊരു പോയിന്റ് വരെയാണ് ഈ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യാതെ നിൽക്കുന്നത്, ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നത്. സോ ആംഗിൾ ഓഫ് റീപോസ്, ആ ആംഗിൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ദ ബോഡി എ, ലെറ്റ്സ് കോൾ ഇറ്റ് എ, ഇവിടെ ഉണ്ട്. അതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ, ദിസ് ഇസ് ആൽഫ, സോ ഈ ആംഗിളും ആൽഫ ആയിരിക്കും. അത് റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് W cos ആൽഫയും ഇങ്ങോട്ട് W sin ആൽഫയും കിട്ടും. സോ ഈ ബ്ലോക്കിലെ നോർമൽ റിയാക്ഷൻ അതായത് ഈ സർഫസിലാണ്, ഈ ഇൻക്ലൈൻ സർഫസിലാണ് ബ്ലോക്ക് വെച്ചെങ്കിൽ അതിന്റെ നോർമൽ റിയാക്ഷൻ R is equal to, we can write as R is equal to, what is R? It is W cos alpha. So F will be
It is mu into R, which is mu into W cos alpha. So, this block equilibrium, this W sin alpha should be equal to this frictional force. So, we can write W sin alpha is equal to F. F എന്ന് പറയുന്നത് mu W cos alpha ആണ്. So, നമ്മൾ EW cancel ചെയ്യാം. ഈ cos alpha നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് tan alpha ആകും. So, we get tan alpha is equal to mu. Or alpha is equal to tan inverse mu. So we get angle of repose is equal to tan inverse the coefficient of friction. So that's the angle of repose. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടാവില്ല. ഈ ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം ടാൻ ഓഫ് ദിസ് എടുത്താൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. So we have another problem. Two blocks of mass m1 is equal to 200. So this is m1 of weight 200 Newton. It is weight, okay, m1 of 200 Newton and m2 of 300 Newton. And find the force P required to move the block B. The block B is m2. Assume the coefficient of friction for all surfaces as 0.3. So, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ so we were pushing the body in this direction. So, ഈ ഗ്രൗണ്ടും ഈ m2 ബ്ലോക്കും തമ്മിലുള്ള frictional force it will be in this direction. And ഈ m1 ഉം m2 ഉം തമ്മിലുള്ള frictional force it will be in this direction. അതിന് equal and opposite ആയിട്ടുള്ള frictional force ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാകും. So, അതിന്റെ free body diagram ആണ്. We have force P here, F2 trying to prevent relative motion with respect to the ground, and F1 here trying to prevent the relative motion between M1 and M2. F1 equal and opposite ആയിട്ടുള്ള ഒരു force M2 ന്റെ surface-ലും ഉണ്ടാകും. So F1 in this direction. So അതാണ് ഈ രണ്ട് bodies-ന്റെ free body diagrams. So നമ്മൾ ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ m1 എന്ന ബ്ലോക്കിന്റെ നോർമൽ റിയാക്ഷൻ it will be equal to m1g. m1g is the weight of the first block. So we can write n is equal to, what was the weight of the first block? It was 200 Newton. So it is 200 Newton. So what will be the value of F1? F1 will be is equal to mu into 200. Mu is equal to 0.3. 0.3 into 200, which is 60. So we get F1 is equal to 60. In this case, the normal reaction M2 and the block in the weight മാത്രമായിരിക്കില്ല. അതിൽ M1 block in the weight കൂടെ നമ്മൾ consider ചെയ്യേണ്ടി വരും. Okay, so we can write n is equal to, in this case n will be the weight of both of the blocks, that is 200 plus 300, 500. അപ്പോൾ F2 എത്രയായിരിക്കും? F2 will be equal to 0.3 into 500, which is 150. Mu into n, mu എന്ന് പറയുന്നത് 0.3 ആണ്, n 500 ആണ്. So F2 will be 150. So ഈ ബ്ലോക്കിൽ നമ്മൾ ഇതിന്റെ x-axis-ലുള്ള condition of equilibrium എടുക്കുന്ന സമയത്ത് P is equal to, we get F1 plus F2, right? It will be F1 plus F2. So we know the value of F1 is 60 and the value of F2, as we found out, it is 150. So 60 plus 150, it will be 210. So
The force required to move the block M2 is 210 Newton. So we have our answer. So next നമ്മൾ നോക്കുന്നത് ladder friction ആണ്. So നമ്മൾ ഇങ്ങനെ ഒരു ladder ഇങ്ങനെ ഒരു at a certain angle alpha inclination place ചെയ്തിട്ടുണ്ട്. So ഈ ladderന്റെ weight it will be acting in this direction at the midpoint of the ladder W. So ഈ ladderന്റെ ഈ ഭാഗം താഴോട്ട് സ്ലൈഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ അതിന്റെ വെയിറ്റ് കാരണം ബോഡിന്റെ വെയിറ്റ് കാരണം താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് വൈ FW it is a frictional force between the ladder and the wall that will be in this direction, the upward direction. അതിന്റെ reaction force it will be in this direction. Okay, it will be perpendicular to the wall. നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുന്ന സമയത്ത് the ladder will be tending to move in this direction, right? In this direction. And the weight കാരണം it will be trying to move in this direction. So frictional force ഈ direction ഈ figure mention ചെയ്തിരിക്കുന്ന ഈ direction act ചെയ്യും. അതിന്റെ relative motion with respect to the ground prevent ചെയ്യാൻ. That is FF, frictional force between the ladder and the floor, FF. So the reaction from the floor will be in a direction perpendicular to that of the floor. So നമ്മൾ ladder friction problem ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ keep ചെയ്യുക. The direction of the friction, the direction of the normal reaction offered by the wall and also the floor. So next we'll be dealing with moment of force. The turning effect produced by a force on the body on which it acts is called as moment of force or simply moment. So ഒരു ടേണിംഗ് എഫക്റ്റ് അതിനെയാണ് നമ്മൾ മൊമെന്റ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേണിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടോർക്ക്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഫ്രം എ പോയിന്റ് അബൌട്ട് വിച്ച് എ മൊമെന്റ് ഇസ് ടു ബി ടേക്കൺ. സപ്പോസ് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ വി ഹാവ് എ പോയിന്റ് എ ആൻഡ് ഫോഴ്സ് എഫ്. So എയും എഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. But r is not the perpendicular distance from A to the line of action of the force. Line of action of the force എന്ന് പറയുന്നത് ഈ ലൈൻ ആണ്. This line is the line of action of the force. അങ്ങോട്ടുള്ള perpendicular distance അല്ല r. So what is the perpendicular distance? നമുക്ക് ഈ ആംഗിൾ ആൽഫ ആണ് തന്നിട്ടുണ്ട്. This angle is alpha. What is alpha? It is the angle between the f and r. If this is the angle between the f and r vectors. So this angle will also be alpha. This r ആണെങ്കിൽ what will be this d? D will be r sin alpha. So നമുക്ക് perpendicular distance കിട്ടി. എന്താണത്? It is r sin alpha. So according to this definition, m is equal to the perpendicular distance. That is r sin alpha into f. Perpendicular distance into the force, r sin alpha into f, which can be written as rf sin alpha, or simply it can be written as r cross f. So keep in mind alpha is the angle between the r vector and the f vector. So moment is r cross f. Again we have Varignon's theorem of moments. So it states if a number of coplanar forces are acting simultaneously on a particle, the algebraic sum of the moments of all the forces about any point is equal to the moment of their resultant force about the same point. So suppose we have a rigid bar here. This is point A. This is point B. This is point C. And let this be point D. So we have a force in this direction, that is let us call it F1, and we have force here in this direction F2, then in this direction
F3, and at point D in this direction let it be F4. And suppose here we have a point E. Okay. So ഇങ്ങനെ ഒരു സിസ്റ്റത്തില് it will have a resultant force. ഈ resultant forceന്റെ magnitude കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. It will be F1 plus F2 plus F4 minus F3. It's simple. അത് we can use the condition of equilibrium in the y or x axis. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ resultant forceന്റെ magnitude കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് this Varignon's theorem of movements നമ്മൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു പോയിന്റ് ഇ എന്ന പോയിന്റ് എടുക്കുന്ന സമയത്ത് ഇ എന്ന പോയിന്റിൽ F1 ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും, F2 ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും, F3 ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും, F4 ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ മൊമെന്റ്സിന്റെ എല്ലാ സം ഇതിന്റെ റിസൾട്ടന്റ് ആ പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ്സിന് ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഇതിന്റെ റിസൾട്ടന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. Let it be F. F is the resultant of these forces. ആ ഒരു എഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റും ഈ എല്ലാ ഫോഴ്സസും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് Varignon's theorem of moments says. സോ നമുക്ക് അത് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യാനുള്ളത്. സോ ഇവിടെ ഒരു 360 millimeter ലോങ് ആയിട്ടുള്ളൊരു റോഡ് ഉണ്ട്. അതിന്റെ രണ്ട് എൻഡ്സിൽ 50 Newton 100 Newton and രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. So we know that the magnitude of the resultant force will be 150 Newton. That's quite simple. It will be 150 Newton in this direction. So അതിന്റെ പൊസിഷൻ ആണ് നമ്മൾ അറിയാത്തത്. സോ നമുക്ക് അതിന്റെ പൊസിഷൻ x ആയിട്ട് അസ്യൂം ചെയ്യാം. അതായത് എയിൽ നിന്ന് ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് x ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ. Now let's take point A. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ട് ആണല്ലോ മൊമെന്റ് എടുക്കുന്നത്. ആ പോയിന്റ് ആയിട്ട് നമുക്ക് എനെ എടുക്കാം. എ എന്ന പോയിന്റിന് അബൌട്ട് 50 Newton ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആയിരിക്കും. കാരണം the line of action of this 50 Newton force passes through A. So that will be 0. ഈ എ എന്നുള്ള പോയിന്റിൽ ഈ 100 Newton ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് it won't be 0. It will be 100 into this distance, this perpendicular distance. ഇവിടെ നമ്മൾ ക്രോസ് എടുക്കുന്ന ആവശ്യമില്ല കാരണം this 360 millimeter is the distance, is the perpendicular distance. So അതിന്റെ direction, മൊമെന്റിന്റെ direction ഉണ്ട്. It can be clockwise or anti-clockwise. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഏതൊരു പോയിന്റിന് അബൌട്ട് ആണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത് അവിടെ നമ്മളൊരു പെൻഡുലം ഫിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പെൻഡുലം ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏതൊരു ഫോഴ്സിന്റെ മൊമെന്റ് ആണോ നോക്കുന്നത് അങ്ങോട്ട് ആ പെൻഡുലത്തിന്റെ സ്ട്രിങ് വരയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു ബോബ് അറ്റാച്ച് ചെയ്യും. സോ നമുക്കറിയാം ഈ ഒരു 100 Newton ഫോഴ്സ് ഈ ബോബിനെ ഏത് ഡിറക്ഷനിലാണ് കൊണ്ടുപോവുക. ആ ബോബിനെ ഈ ഡിറക്ഷനിലായിരിക്കും കൊണ്ടുപോവുക, അതായത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. നമ്മൾ ഈ പോയിന്റിൽ ഫിക്സ് ചെയ്തു, അതിന്റെ ബോബ് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ 100 Newton ഫോഴ്സ് അതിനെ ഏത് ഡിറക്ഷനിൽ എടുക്കുമെന്ന് നോക്കണം. അത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ പോയിന്റ് എയിൽ 100 Newton ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? It will be 100 into 360. The direction will be clockwise. So clockwise movement നമുക്ക് തൽക്കാലം പോസിറ്റീവ് ആയിട്ട് എടുക്കാം. So it will be 360 into 10 raised to minus 3. നമ്മൾ അതിനെ മീറ്ററിനോട്ട് കൺവേർട്ട് ചെയ്യാണ്. into 100. Okay, fine. ഇതാണ് എയും ബിയും പോയിന്റ് എയിൽ അബൌട്ട് ആയി എടുക്കുമ്പോഴുള്ള 50 Newton ഫോഴ്സും 100 Newton ഫോഴ്സും പോയിന്റ് എന്റെ അബൌട്ട് എടുക്കുമ്പോഴുള്ള മൊമെന്റ് 0 plus 360 into 10 raised to minus 3 into 100. Okay. ഇനി
then the resultant force. We know it's 150 Newton at a distance x. അത് ഈ 150 Newton എന്ന ഫോഴ്സ് പോയിന്റ് എ ലബോട്ട് എടുക്കുമ്പോഴുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി the distance x into 150, right? അതിന്റെ ഡിറക്ഷനും നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നു പെൻഡുലം, and we have the bob here. അത് ഏത് ഡിറക്ഷനിലായിരിക്കും? ആ ഫോഴ്സ് ടേക്ക് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തന്നെയാണ്. സോ ഇറ്റ്സ് പ്ലസ് ഇറ്റ് സെൽഫ്. നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ വി ഹാവ് വൺ അൺനോൺ ആൻഡ് സിംഗിൾ ഇക്വേഷൻ, സോ വി ഗെറ്റ് എക്സ്. അങ്ങനെയാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, now we have coupled. Two parallel forces of equal magnitude and opposite direction produces a couple. So couple create ചെയ്യുന്ന moment എന്ന് പറയുന്നത് F into D ആയിരിക്കും. F into D. Okay, the force is F and this distance is D. It is also called as the arm of the couple. So ഇതൊരു rotating effect create ചെയ്യും. നമ്മൾ ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്ന കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഡിറക്ഷനിലായിരിക്കും മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? It will be in this direction. It will be in the clockwise direction. Okay, and the moment created by this couple will be, the rotating effect created by this couple will be F into D. Okay, so the resolution of force into force and a couple. So we have points A and B, and A will force act ചെയ്യുന്നുണ്ട് F. So നമുക്ക് ഈ ഫോഴ്സിനെ we have to bring it to B. So B എന്ന് പറയുന്നത് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഒരു പോയിന്റ് അല്ല. ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഒരു പോയിന്റ് ആയിരുന്നെങ്കിൽ we can easily transmit it. It is not a problem. So B എന്ന പോയിന്റിലോട്ട് ഈ ഫോഴ്സിനെ മാറ്റുന്ന സമയത്ത് what we have to do is, പോയിന്റ് ബിയിൽ നമ്മൾ ആ ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡും അതേ ഡിറക്ഷനും ഉള്ള ഒരു ഫോഴ്സ് നമ്മൾ വരയ്ക്കുന്നു. അതിനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു ഫോഴ്സ് വരയ്ക്കുന്നു. സോ ദിസ് പോയിന്റ് ഇസ് nullify the effect. To nullify the effect, we are drawing a force in the opposite direction also. അപ്പോൾ ഈ ഒരു ഫോഴ്സും അത് തമ്മിൽ ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ മൊമെന്റ്, റൈറ്റ്? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ മൊമെന്റ് m is equal to f into x. സോ നമ്മൾ അതിനെ ബിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് we will get a force and also a couple. Okay, so ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണിത്. The system of parallel forces are acting on a rigid bar as shown in the figure. Reduce this system into a single force and a couple at A. So we have a point A and a 50 Newton force is acting on it. We have a point B, a 100 Newton force is acting on it, and we have a point C, a 25 Newton force is acting on it. So നമ്മൾ ഇതിനെ എയിലോട്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റമായിട്ട് റെഡ്യൂസ് ചെയ്യണം. ഒരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ CC നമ്മൾ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് നേരത്തെ വാരിഗ്നൺസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ച പോലെ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റം അറ്റ് എയിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് we have to apply the earlier mentioned way. എയിൽ തന്നെയാണ് 50 ന്യൂട്ടൺ ഫോഴ്സ്, സോ അതിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 100 ന്യൂട്ടൺ ഫോഴ്സിനെ നമുക്ക് എയിലോട്ട് മാറ്റണം. അതിനുവേണ്ടി let's draw A and B. നമുക്ക് തൽക്കാലം 50 ന്യൂട്ടനെയും 25 ന്യൂട്ടനെയും ഒക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം. We have 100 ന്യൂട്ടൺ in this direction, right? അത് നമുക്ക് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? We have to shift it to A. So നമ്മൾ 100 ന്യൂട്ടൺ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി 100 ന്യൂട്ടൺ ഇങ്ങോട്ട് വരയ്ക്കുന്നു, റൈറ്റ്? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് we know it's 2 meter, right? 2 meter. So ഈ 100 ന്യൂട്ടൺ ഫോഴ്സും ഈ 100 ന്യൂട്ടൺ ഫോഴ്സും they constitute a couple, right? They are equal and opposite forces, right? So ആ കപ്പിളിന്റെ വാല്യൂ എത്രയായിരിക്കും? The value of the couple will be 2 into 100.
the moment. The moment created by the couple will be 200 Newton meter. That is distance into the magnitude of the force, 200 Newton. And direction ഏതായിരിക്കും? Direction എന്ന് പറയുന്നത് ഈ direction ആയിരിക്കുമല്ലേ? ആ ഫോഴ്സിന്റെ direction തന്നെ നോക്കിയാൽ മതി. We know it's in this direction. That is the clockwise direction. So we can write plus 200 Newton. Okay. So നമ്മള് എന്തൊക്കെയായി? So we have a 50 Newton force like this. And 100 Newton force like this, right? And we also have a clockwise moment of magnitude 200 Newton, right? Right. പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് എന്താണ്? ഈ ഒരു 25 Newton. Okay. ഈ 25 Newton ആണ് ബാക്കി. അതിനെ കൂടെ നമുക്ക് A എന്ന പോയിന്റിലോട്ട് മാറ്റണം. So നമുക്ക് we have A here, we have C here, okay? And we have a 25 Newton in this direction, right? And this distance is 4 meters, right? 2 plus 2, it will be 4. So നമ്മൾ ഈ direction 25 Newton വരയ്ക്കുന്നു. അതിന്റെ effect nullify ചെയ്യാൻ വേണ്ടി here also we draw the 25 Newton force in this direction. So this 25 Newton and this 25 Newton, they constitute a couple and it will create a moment of magnitude 25 into the distance 4, which is 100. So 100 Newton meter ഒരു moment. ഇവിടെ ഒരു meter ഉണ്ട്. Sorry. Okay, അപ്പോൾ നമുക്ക് finally ആ figure എന്തായി? So we have the rod and we have 50 Newton in this direction. $100 Newton in this direction. The shifted 100 Newton. വീണ്ടും ഒരു shift ചെയ്ത് 25 Newton in this direction. A clockwise clockwise moment of 200. ഇവിടുത്തെ 200 ആണ്. പിന്നെ വീണ്ടും okay, this is also a clockwise couple. ഈ ഒരു കേസിലും couple create ചെയ്തത് clockwise ആയിരിക്കും. Look at the direction of the forces. It will be in the clockwise direction. So ആ 100 Newton clockwise ആണ്. So A എന്ന പോയിന്റിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു. A എന്ന പോയിന്റിൽ വരുന്നത് 100 plus 25. 100 plus 25 minus 50. It will be 75 Newton. 75 Newton ആയിരിക്കും finally A എന്ന പോയിന്റിലുള്ള ഫോഴ്സ്. The couple will be 200 plus 100. അതാണ് moment in the clockwise direction. അതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ എയിലോട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റം. സോ അതിനെ നമുക്കൊരു സിംഗിൾ ഫിഗർ ആയിട്ട് വരയ്ക്കാം. It will be $75 Newton in this direction and the clockwise moment of what? 300 Newton meter. So that is the final answer. ഇതിനെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഈ മൂന്ന് ഫോഴ്സസിന്റെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് കണ്ടുപിടിച്ച് അതിനെ പോയിന്റ് എയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനി വരുന്നതാണ് equilibrium of coplanar non-concurrent forces. Equilibrium. Suppose we have a rod and sorry, it's not straight. Okay.
force F1, force F2, force F3. Okay. ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഡെൽറ്റ Fx is equal to 0. ഈ ഒരു കേസിൽ എക്സ് ആക്സിസിൽ ഒരു ഫോഴ്സും ഇല്ല, സോ നമുക്ക് അതെടുക്കാൻ പറ്റില്ല. പിന്നെ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. വൈ ആക്സിസിലെ ഫോഴ്സസിന്റെ വെക്ടർ സം 0 ആയിരിക്കും. So F1 plus F3 will be is equal to F2. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. നമുക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ മറ്റൊരു കണ്ടീഷൻ കൂടി എടുക്കുന്നത് mz is equal to 0. സോ m എന്ന് പറയുന്ന മൊമെന്റ്, അതായത് ഈ ഒരു റോഡിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് അബൌട്ട് ഉള്ള ഈ ഫോഴ്സുകളുടെ മൊമെന്റ്സിന്റെ ആൾജിബ്രിക് സം 0 ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു പോയിന്റ് എ എടുക്കുകയാണെങ്കിൽ the moment of the algebraic sum of moments of F1, F2 and F3 about the point A should be 0. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി പാലിക്കണം. The equilibrium of coplanar non-concurrent forces. So നമ്മൾ ഡെൽറ്റ m is equal to 0 എന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ ഫോഴ്സസ് പാസ് ചെയ്യുന്ന പോയിന്റിന് അബൌട്ട് ഉള്ള മൊമെന്റ് എടുക്കണം. അങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ ആ പോയിന്റിൽ പാസ് ചെയ്യുന്ന ഫോഴ്സസിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മൊമെന്റ് 0 ആയിരിക്കും. സോ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ then we have support reactions. So support reactions, ഒരു റോഡ്, ഒരു ബാർ, ഒരു ഇക്വിലിബ്രിയത്തിലാകാൻ വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ട്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ഉണ്ട്. വി ഹാവ് റോളർ സപ്പോർട്ട്, വി ഹാവ് പിൻ സപ്പോർട്ട് ആൻഡ് ഫിക്സ്ഡ് സപ്പോർട്ട് ആൻഡ് സിമ്പിൾ സപ്പോർട്ട്. സോ റോളർ സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന സപ്പോർട്ട് ഇറ്റ് വിൽ ബി ഇൻ വെർട്ടിക്കൽ ഡിറക്ഷൻ. സോ only in vertical directionലാണ് റോളർ സപ്പോർട്ട് കൊടുക്കുന്നത്. പിൻ സപ്പോർട്ട് ആകട്ടെ, the support will be in vertical and horizontal directions. Fixed support, it gives the support in vertical direction, horizontal direction, and also there will be a moment കൂടെ ഉണ്ടാകും. Simple supportൽ the support will be in the vertical direction. So keep these things in mind. So we have a question here. Find the reactions at the support. We have a point A, B, C and D. There is 20 kilonewton force and there is 40 kilonewton force. So we know that this is a pinned support. Pinned support le endoka type reactions undergo. There will be a vertical reaction and there will also be a horizontal reaction. At point D, it's a roller support. Roller support le we know that there will only be a vertical reaction. So namakku ee vertical reaction, let's call it as by. It's because it's at point B and it's in the y direction, and let this be bx and let this be rd. This will be rd. So we can take the conditions of equilibrium. First condition is fx is equal to 0. നമ്മൾ x direction നോക്കുമ്പോൾ ആകെ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, bx. There is no other force, so we get bx is equal to 0. Simple like that. Next condition is delta sigma fy is equal to 0. Sigma fy is equal to 0. So we have by in the direction, positive y direction, and rd in the positive y direction, and 20 kilonewton and 40 kilonewton in the negative y direction. So we can write by plus rd is equal to 40 plus 20 is 60. So we got one equation. നമ്മൾ വേറൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞല്ലോ, ഡെൽറ്റ mz is equal to 0. സോ നമുക്ക് ഈ ഒരു കേസിൽ എ എന്ന പോയിന്റിന് അബൌട്ട് ഉള്ള മൊമെന്റ്സ് എടുക്കാം. എ എന്ന പോയിന്റിന് അബൌട്ട് ബി വൈ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എത്രയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം.
So the magnitude of that moment will be this distance, that is 2.5 into the force by. And the direction on. So we fix a pendulum here and the bob here. So ഏത് directionലാണ് ഈ pendulum move ചെയ്യുക ഈ force കാരണം? It will be in the upward direction, right? by ഈ directionലാണ്. So ഈ ബോബിനെ ഈ directionലാണ് കൊണ്ടുപോവുക. ഈ direction എന്ന് പറയുന്നത് ഏതാണ്? It will be anti-clockwise. So anti-clockwise നമുക്ക് നെഗറ്റീവ് ആയിട്ട് തൽക്കാലം assume ചെയ്യാം. So it will be negative 2.5 into what? by, right? by. ഇനി വരുന്നത് ഈ 40 kilonewton force ആണ്. 40 kilonewton force point A യിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഏത് ഡിറക്ഷനിലായിരിക്കും? ഇറ്റ് വിൽ ബി, നമ്മൾ ഇവിടെ പെൻഡുലം ഫിക്സ് ചെയ്യുന്നു, ഇവിടെ അതിന്റെ ബോബ് കൊണ്ടുവരുന്നു, ഏത് ഡിറക്ഷനിലായിരിക്കും? ഈ ഡിറക്ഷൻ, ദാറ്റ് ഇസ് ദി ക്ലോക്ക്വൈസ് ഡിറക്ഷൻ. സോ വി റൈറ്റ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്രയാ? 2.5 പ്ലസ് 3, ഇറ്റ് ഇസ് 5.5. 5.5 into 40. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ആർ ഡി കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ആണ്. സോ നമുക്ക് അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ പെൻഡുലം ഫിക്സ് ചെയ്യുന്നു, അതിന്റെ ബോബ് ഇവിടെ കൊണ്ടുവരുന്നു, ആൻഡ് ആർ ഡി ഇസ് ഇൻ ദിസ് ഡിറക്ഷൻ. സോ ആ ബോബ് ഏത് ഡിറക്ഷനിലായിരിക്കും പോകുന്നത്? ദിസ് ഡിറക്ഷൻ, ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. സോ വി ക്യാൻ റൈറ്റ് നെഗറ്റീവ് ദിസ് ഡിസ്റ്റൻസ് 2.5 plus 3 plus 2, it is 7.5 into RD is equal to 0. അതാണ് നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ. So we have two unknowns, by and rd, and we have two equations. Equation 1, this is equation 1, and this is equation 2. Just solve them and you will get the support reactions. Okay. So next question, it's a kind of similar question. The only thing is that one force is inclined at an angle 60 degree. Okay. So this is a pinned support. There will be vertical and horizontal components. There will be vertical and horizontal support reaction, and let this be AY and let this be AX. There is a roller support on it, so there will only be vertical reaction. Let that be RD. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാം. സോ തന്നെ നമുക്ക് y ആക്സിസിലും x ആക്സിസിലും റിസോൾവ് ചെയ്യണം. സോ ഇത് 60 ആവുന്ന സമയത്ത് this will also be 60, right? So this will be 5 cos 60 and this will be 5 sin 60, right? ഇനി നമുക്ക് സിഗ്മ fx is equal to 0 എന്ന കണ്ടീഷൻ എടുക്കാം. ആ കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് we get ax. We have ax here and f cos 60 in this direction. So we get ax is equal to, it's not f, I'm sorry, it's 5 cos 60. ax കിട്ടി. ഈ ഡെൽറ്റ സിഗ്മ fy is equal to 0. So we have 3 kilonewton in the negative y direction, 5 sin 60 in the negative y direction, ay and rd in the positive y direction. So we can write ay plus rd is equal to 3 plus 5 sin 60, right? നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടല്ലോ, it is the mz equal to 0.
നമുക്ക് ഈ ഒരു കേസിലും പോയിന്റ് എക്ക് അബൌട്ടുള്ള മൊമെന്റ്സ് എടുക്കാം. സോ പോയിന്റ് എക്കുള്ള അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ്സ് ഈ 3 കിലോ ന്യൂട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 0.3 into 3. ഓക്കെ, അത് ഏത് ഡിറക്ഷനിലായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലേ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലേ? വി fix the pendulum here and hang its bob here. So the 3 kilonewton will take the bob in the clockwise direction. So we can write 0.3 into 3. അടുത്തത് 5 cos 60 ആണ്. 5 cos 60 ഫോഴ്സ് in the line of action ഈ ഒരു A എന്ന പോയിന്റിലൂടെ തന്നെയാണ് പോകുന്നത്. So the moment will be 0. പിന്നെ 5 sin 60 ആണ്. 5 sin 60 എടുക്കുന്ന സമയത്ത് അതിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? We fix the pendulum here, the bob here. The bob will be taken in the clockwise direction. So it will be plus. This distance is 0.3 plus 0.5 is 0.8. 0.8 into 5 sin 60. Finally, we have RD, right? So RD ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് fix the pendulum, the bob in this direction, right? The RD force will take the bob in this direction, clockwise, anti-clockwise direction. It will be anti-clockwise direction. So we assume anti-clockwise to be negative. So the distance is 0.3 plus 0.5 plus 0.4. It is 1.2, right? 1.2 into RD is equal to 0. So AY RD ഇവിടെയും AY RD ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ RD മാത്രമേ ഉള്ളൂ. So we have to find RD using this equation. RD ഇവിടെ substitute ചെയ്യുക. We get AY. We already have AX. So ഇവിടുത്തെ ഈ പോയിന്റ് എത്തെ രണ്ട് കമ്പോണൻസ് ആണ് AYയും AXും. സോ അവിടുത്തെ ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻ, റിസൾട്ടന്റ് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് AY സ്ക്വയർ പ്ലസ് AX സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, നേരത്തെ കേസിൽ ഒരു ഡയറക്ഷന് മാത്രമേ വാല്യൂ ഉണ്ടായിരുന്നു, മറ്റേ 0 ആയിരുന്നു. സോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇൻ ദിസ് പ്രോബ്ലം വി ഹാവ് ബോത്ത് X and Y components, so we have to find the resultant. ഇവിടെ ഫിക്സഡ് സപ്പോർട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. സോ ഫിക്സഡ് സപ്പോർട്ടിൽ we know that there is X component, that be AX, Y component and a moment, right? നമുക്ക് assume ചെയ്യാം it's in the clockwise direction. Clockwise direction assume ചെയ്യാം. നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത് നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ our assumption is right. നെഗറ്റീവ് ആണെങ്കിൽ just take the opposite direction. The opposite direction will be the answer. So നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് this will be 2 cos 45 and this is 2 sin 45. രണ്ടും സെയിം ആണ്. സോ ഫസ്റ്റ് തന്നെ സിഗ്മ fx is equal to 0. അതെടുക്കുന്ന സമയത്ത് we have AX ഈ ഡയറക്ഷനിലുണ്ട്, 2 cos 45 ഈ ഡയറക്ഷനിലുണ്ട്. So we can write AX is equal to 2 cos 45, right? This is root 2. 2 cos 45 is root 2. And ഇനി നമുക്ക് സിഗ്മ fy is equal to 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. fy is equal to 0 എന്ന് എടുക്കുന്ന സമയത്ത് we have AY in the positive y direction. That's all. And 5 kilonewton and this 2 sin 45 in the negative y direction. So we have AY is equal to
5 plus 2 sin 45, right? അപ്പം നമുക്ക് AXും AYയും കിട്ടി. സോ നമ്മൾ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ AX square plus AY square ചെയ്യണം. ഓക്കെ, ഒരു സപ്പോർട്ട് ഫോഴ്സ് മാത്രമല്ല, ഒരു സപ്പോർട്ട് മൊമെന്റും കൂടെ ഉണ്ടാകും. ആ മൊമെന്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് ടേക്ക് ദി മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് എ. പോയിന്റ് എക്ക് അബൌട്ട് ഉള്ള മൊമെന്റ് എടുക്കാം. അപ്പം ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് m നമ്മളിവിടെ അസ്യൂം ചെയ്തല്ലോ, വി ഹാവ് എ മൊമെന്റ് m ഇൻ ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അതാണ് സപ്പോർട്ട് മൊമെന്റ്. അത് നമുക്ക് m ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് m പ്ലസ് m. അടുത്തത് 5 കിലോ ന്യൂട്ടൺ കാരണമുള്ള മൊമെന്റ്. 5 കിലോ ന്യൂട്ടൺ കാരണമുള്ള മൊമെന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, റൈറ്റ്? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ പ്ലസ് 0.4 into 5, right? 0.4 into 5. ഈ 2 cos 45 ഫോഴ്സ് കാരണമുള്ള മൊമെന്റ്, it will be 0 because the line of action of that force passes through the point A. ഈ 2 sin 45 കാരണം ഒരു മൊമെന്റ് ഉണ്ടാകും. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? We fix the pendulum here, the bob here. The bob will be taken in the clockwise direction. So plus 0.4 plus 0.6. അതാണ് the total distance. 1 into 2 sin 45, right? Is equal to 0. അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റായിരുന്നു. സോ ഈ 0.4 into 5ഉം ഈ 2 sin 45ഉം ഈ ഇവിടെ എടുക്കും, ഇങ്ങോട്ട് ഈ ഒരു ഈക്വൽ ടുവിന്റെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് നെഗറ്റീവ് ആകും. സോ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റായിരുന്നു. മാഗ്നിറ്റ്യൂഡ് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഇറ്റ് വിൽ ബി ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗൈസ്.